ഫ്രണ്ട്സ് ബീനസ് മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. ഒന്നുമല്ല, അതായത് എൻ്റെ എന്താ പറയുക, അമ്മയുടെ വീട്ടിൽ, അതായത് അമ്മയുടെ വീട് വരുന്നത് തലക്കുളത്തൂർ തുള്ളുള്ളേരി പറമ്പത്താണ്. അവിടെ എൻ്റെ അമ്മമ്മേൻ്റെ കാവായിട്ടുള്ള ശ്രീ വളയന്നൂർ കരിയാത്തൻകാവിൽ ഇന്ന് തിറയാട്ട മഹോത്സവമാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും അങ്ങോട്ട് പോവാണ്. പിന്നെ അനിയൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവൾ വരുന്നില്ല, അവളിപ്പം അവളെ വീട്ടിലാണുള്ളത്. അപ്പോൾ എന്തായാലും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ എന്താ പറയുക, നിങ്ങൾ കഴിയുകയാണെങ്കിൽ എന്താ പറയുക, ഇപ്പം ഞാൻ വീഡിയോ ഇടുന്ന ലേറ്റ് ആവും. നാളത്തേക്കാണ് ഇടുക. അപ്പോൾ അടുത്ത വർഷത്തേക്ക് എല്ലാവരും എത്താൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ വർഷവും വൃശ്ചികത്തിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് നമ്മുടെ ഉത്സവം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ. ഇതാണ് ശ്രീ വളയന്നൂർ കാവ് എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പം വരവ് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ കാവിലേക്ക് വരവെത്തി. കുറേ കോമരങ്ങളുണ്ട്. ഒരുപാട് വോയിസ് അയച്ചിട്ടൊന്നും നമ്മളെ വല്ലാതെ വെറുപ്പിക്കുന്നില്ല. എന്തായാലും താലപ്പൊലിയും അതേമാതിരി തന്നെ കോമരങ്ങളെ ഒക്കെ കാണുക. വളയന്നൂർ കാവിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഉത്സവമായിരുന്നു ഈ പ്രാവശ്യം. പിന്നെ എല്ലാവരും അറിവിലേക്കായിട്ട് വൃശ്ചിക മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് ഇവിടെ ഉത്സവം നടക്കാറ്. കരിയാത്തനാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. കരിവാനും കരിയാത്തനുമാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട്, കൂടുതൽ വോയിസ് അയച്ച് ഉറപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണി. താലപ്പൊലിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങൾ, താലപ്പൊലിയുള്ള കാര്യങ്ങൾ മുഴുവൻ അവിടെ നിരത്തി വെച്ച് എല്ലാവരും പ്രസാദം മേടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പ്രസാദമൊക്കെ മേടിച്ച് എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് കേട്ടോ ഇത് കാണാൻ തന്നെ. പിന്നെ ഇത് അവിടുത്തെ കാവിൻ്റെ കുളാട്ടോ, നിറച്ച് മീനുകളുണ്ട്. എന്താ പറയുക, അവർ വളരെ നല്ല രീതിയിൽ ഒരാളെയും പേടിക്കാതെ നല്ല അടിപൊളി സന്തോഷത്തിലാട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും പിലോപ്പിയാന്ന് തോന്നുന്നു. ഒരുപാട് വലിയ ആൾക്കാരുണ്ട്, ചെറിയ ആൾക്കാരുണ്ട്. ആരും തമ്മിൽ കച്ചറയൊന്നും കൂടാതെ കളിക്കുകയാണ്. ഭക്ഷണമായി നല്ല പുഴുക്കും പപ്പടവുമാണ് 10 മണിക്കുള്ളത്. പിന്നെ തായമ്പക ഒരു കൊട്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണും. നമ്മളിവിടെ ഒരു പ്രധാനമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഒരള് കുത്തിയിട്ടാണ് ഇവിടെ പൊടിയും അരിപ്പൊടിയും മഞ്ഞളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഏകദേശം ഒരു 3-3:30-4 മണിയോട് കൂടിയിട്ടാണ് നമ്മുടെ കണൽ പൂജ കാര്യങ്ങളൊക്കെ കണൽ സെറ്റാക്കുകയാണ്. ആകെ ഒരു തറയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് മറ്റേ നമ്മുടെ കരിയാത്തൻ്റെ മയിൽപ്പീലി തറേൻ്റെ കാര്യങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്തതായിട്ട് ഇപ്പം വരുന്നത് വെള്ളാട്ടാണ്. ഇതിപ്പം കെട്ടിയാടാൻ പോണ ഇപ്പം 2 പേരുടെ വേഷം എന്ന് പറയുന്നത് കരിയാത്തനും കരിയോനും ആട്ടോ. അതായത് ഒരാളെ വേഷം കറുപ്പും ഒരാളെ വേഷം ചുവപ്പുമാണ്.
അതായത് കരിയാത്തൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, അതായത് കരിയാത്തൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കരുവാനും കൂടെ ഇതിൽ കെട്ടിയാടുകയാണ് ചെയ്യുന്നത്. ഇവിടെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കരിയാത്തൻ തന്നെയാണ്. ശ്രീ വളയന്നൂർ കാവ് പറയും. അതായത് വൃശ്ചിക മാസത്തിലെ ഇംഗ്ലീഷ് മാസം 2ാമത്തെ ശനിയാഴ്ച, വൃശ്ചികം തുടങ്ങി 2ാമത്തെ ശനിയാഴ്ചയാണ് ഇവിടെ ഉത്സവം. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ അതിഗംഭീരമായിട്ട് ഇവിടെ പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു വോയിസ് ഞാൻ അഡീഷണലായിട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണി. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിപാടികളൊന്നുമില്ല. അത് കഴിഞ്ഞ് ഭക്ഷണം, രാത്രിയിലത്തെ ഭക്ഷണമാണ്. അടുത്തതായിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, എറോക്കളി എന്ന് പറയും. ഈ എറോക്കളിയോടനുബന്ധിച്ചാണ് നമ്മുടെ കാർന്നൂർ വെളിച്ചപ്പാടിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. എറോക്കളി ഒരു പകുതിയാവുന്ന സമയത്ത് നമ്മുടെ കാർന്നൂർ വെളിച്ചപ്പാടിൻ്റെ തുടക്കമാണ്. ഏകദേശം ഒരു 10-12 മണിയോട് കൂടിയിട്ട് കാർന്നൂർ വെളിച്ചപ്പാടിൻ്റെ തുടക്കമാണ് വരാൻ പോകുന്നത്. അതായത് നമ്മളെ ഒരു പ്രത്യേക നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിൽ തന്നെയാണ്. അതെന്താ പറയുക, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ഒരു ഉറച്ചിൽ കെട്ടിയിട്ട് വരിക എന്ന് പറയുന്ന സമയത്ത് അവിടെ തന്നെ ഉറച്ചിൽ ഇതാക്കുക. ഇതാണ് നമ്മുടെ കാർന്നൂരായിട്ട്, വളയന്നൂർ കാർന്നൂരായിട്ട്, ആയോളിയിൽ കാർന്നൂരായിട്ടുള്ള വേലായുധേട്ടനാണ് ഇപ്പോൾ ഉറച്ചിൽ കിട്ടിയിട്ട് ഇതാക്കുന്നത്. അപ്പോൾ നിങ്ങളത് കാണുക. കാരണം ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് കാർന്നൂർ വെളിച്ചപ്പാടാണ്. കാർന്നൂരിൻ്റെ കയ്യിലുള്ള കാർന്നൂരിൻ്റെ ആയുധമാണ്. അപ്പം ഈ തീർത്ഥമായിട്ട് കൊടുക്കുന്നത് അതായത് ഇളനീലുള്ള വെള്ളമാണ് തീർത്ഥമായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു 3-3:30 മണിയോടുകൂടി, പുലച്ചയ്ക്ക് 3:30 മണിയോട് കൂടിയിട്ട് നമ്മുടെ കരിയാത്തൻ കരുവാൻ തിറ തുടങ്ങുകയാണ്. അതായത് മൈറ്റിൽ തിറ എന്നൊക്കെ പറയുന്ന ഒരു തിറയാണ്. അതിൻ്റെ വേഷഭൂഷാദികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുള്ളിയും ഒക്കെ ചെയ്തിട്ട് എന്താ പറയുക, ഒരു ദേവൻ ഇറങ്ങി വന്ന ആ ഒരു അനുഭൂതിയാണ്. നിങ്ങൾ ഈ ഒരു തിറ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ കാണുക. എന്തായാലും ഇത് മുഴുവനായിട്ട് കാണുക. എന്തായാലും ആശീർവാദം മേടിക്കുക. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും പറയാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.